ഹലോ, എല്ലാവർക്കും സെന്ന കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു മീൻകറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ കഴുകി മുറിച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻകറിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻകറിക്ക് എന്തൊക്കെ വേണമെന്ന് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ മീൻ ഇതാ കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. മീൻ കറി ഉണ്ടാക്കാനായിട്ടുള്ള പുളി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ചെറിയുള്ളി, വലിയുള്ളി. അപ്പോൾ ചെറിയുള്ളി അരിഞ്ഞത് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. ഒരു സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, ഉലുവ, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല എരിവുണ്ട്, നല്ല എരിവുള്ള കാശ്മീരി മുളക് പൊടിയാണ്. അതുകൊണ്ട് സാധാ മുളക് പൊടി എടുക്കണില്ല. അപ്പോൾ ആദ്യം തന്നെ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. നമുക്കിതാ മൺചട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലോണം ചൂടാവട്ടെ. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവയൊക്കെ പൊട്ടിയതിന് ശേഷം ചെറിയുള്ളി ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളി ഇട്ടെടുത്തതിന് എന്താ കൂടെ തന്നെ നമുക്ക് വലിയുള്ളി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളിയും വലിയുള്ളി നല്ലോണം ഒന്ന് വാടി വരട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. തക്കാളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കും. കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി അരച്ചതും ഈ ഇഞ്ചിയിൽ പകുതി ഇട്ട് കൊടുക്കുക. പകുതി ഇവിടെ ഇരിക്കട്ടെ, പകുതി നമുക്ക് പിന്നെ ആവശ്യമുണ്ട്. പകുതി ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുത്ത് നല്ലോണം മിക്സാക്കിയിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് കറിക്ക് പാകത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം തിളക്കട്ടെ.
നമ്മളെ കറിയൊക്കെ ഇതേപോലെ ഈ ഒരു പരുവത്തിൽ ഇങ്ങോട്ട് അയക്കണം. തിളച്ച് നല്ല തക്കാളിയൊക്കെ ഉടഞ്ഞ് തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പകുതി ഇഞ്ചി ഉണ്ടല്ലോ, അത് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ നമ്മളെ മീൻ കറിക്ക് നല്ലൊരു മണവും നല്ല രുചിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് സമയം മീൻ വേവോളം ഒന്നിങ്ങോട്ട് തിളക്കാം. ഒന്നും കൂടി നമുക്ക് അടച്ചു വെക്കാം. മീൻ വേവുന്ന സമയം ഒന്ന് അടച്ചു വെക്കാം. അങ്ങനെ നമ്മളെ മീൻ കറിയൊക്കെ നല്ല തിളച്ച് നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട്. ഇതാ എണ്ണയൊക്കെ കണ്ടോ മേലെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില തന്നെ മേലെ കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില അതുപോലെ അങ്ങോട്ട് തണ്ട് കൊടുക്കണേ അങ്ങോട്ട് ഇട്ടു. ഗ്യാസ് ഓഫായിക്കോളും. അപ്പം നമ്മളെ മീൻ കറി ഇതാ ഉണ്ടോ അല്ലേ, നല്ല സെറ്റ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരൊറ്റ മീൻ കറി മതി കേട്ടോ ചോറുന്നാൻ. അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ്.